പെൻഷൻ പൈസ കിട്ടുമോ? പെൻഷൻ പൈസ കിട്ടും. കിട്ടുന്നില്ലേ ഇപ്പോ? ഉണ്ട്. എല്ലാ മാസവും കിട്ടും. ഇനി എന്നത്തേക്കാവും? ഈ മാസം ഇപ്പൊ വരുമല്ലോ, പുതിയ മാസമായില്ലേ? ഓണത്തിന് ഒരു മാസം. ഓണത്തിന് മുമ്പ് തരുമായിരിക്കും. വരുന്നതാണ്. അതെ അതെ. തിരുവല്ലയിലെ കഴുപ്പിൽ ഉന്നതിയിലെ ചില ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. വീടിനകത്ത് പൂർണ്ണമായും വെള്ളം കയറിയ നിലയിൽ ഒക്കെയാണ് ഇവിടെയുള്ളത്. കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ ഇരിപ്പുണ്ട്. അവർക്ക് കറണ്ടൊക്കെ ഉള്ളുണ്ട്, ന്യൂസൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ വലിയ ബുദ്ധിമുട്ടാണ്. ഭക്ഷണങ്ങൾ ഒക്കെ ലഭിച്ചിട്ടുണ്ട്, ഭക്ഷണ സാധനങ്ങൾ ഒക്കെ ലഭിച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്തെ കേന്ദ്രത്തിൽ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി നൽകുന്നുമുണ്ട്. വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ? വലിയ ബുദ്ധിമുട്ടാണ്. സാറ് ഞങ്ങൾക്കെല്ലാം ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. ഭക്ഷണ സാധനങ്ങളാണെങ്കിലും മറ്റു കാര്യങ്ങളെല്ലാം മരുന്ന് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരുന്നുണ്ട്. പിന്നെ നമുക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് പോക്ക് ബുദ്ധിമുട്ടാണ്. കുഞ്ഞുങ്ങളെ കൊണ്ട് ക്യാമ്പിലോട്ടൊക്കെ പോക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് നമുക്ക്. പിന്നെ നമ്മൾ സഹകരിച്ച് പോവുക. ഒരാൾ പോയി ഭക്ഷണം മേടിച്ചുകൊണ്ട് വരും, കുട്ടികളെ നോക്കിയിരിക്കും. കുഞ്ഞുങ്ങളായിട്ട് ക്യാമ്പിലോട്ട് പോയി ഇരിക്കാനും പറ്റത്തില്ല. അവിടെ വെള്ളവും തെന്നലും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, നല്ലോണം അനുഭവപ്പെടുന്നുണ്ട് നമ്മൾ. പിന്നെ അമ്മയുണ്ട്, അമ്മയ്ക്കും പ്രായമുള്ളതാണ്. അമ്മേനെ കൊണ്ടൊന്നും നമുക്ക് പുറത്തോട്ടൊന്നും പോക്ക് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വെള്ളം ഇത് കൂടുതൽ വരുവാണെങ്കിൽ ഞങ്ങൾ സാറ് ഞങ്ങൾക്ക് ക്യാമ്പ് അടുത്ത സെൻറ്ററിൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് മാറണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മാറാനിട്ടേക്കുക. സാധനങ്ങളെല്ലാം എടുത്തെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എപ്പോഴും മാറാനുള്ള ഇതിൽ പണിക്കൊന്നും പോകാൻ കഴിയുന്നില്ല. മഴയല്ലേ, മഴയും വെള്ളപ്പൊക്കെ കാരണം പോകാനൊന്നും പറ്റുന്നില്ല. സാധാരണ നേരത്തെ ഉണ്ടായിരുന്നു. നേരത്തെ ഇവിടെ താമസിക്കുന്നത് നേരത്തെ തന്നെ ഉള്ള നമുക്ക് 18 വെള്ളം കഴിഞ്ഞിട്ട് പിന്നെ ആദ്യമായിട്ടായി പിന്നെയും കയറുന്ന വെള്ളം. പിന്നെ അതിന് മുന്നേ നമുക്ക് അത്രയ്ക്ക് വലിയ വെള്ളത്തിന് വെള്ളം പഠിക്ക വരും, വെള്ളം അങ്ങ് ഇറങ്ങുമായിരുന്നു. ഇപ്രാവശ്യം ഇച്ചിരി കൂടെ കയറി നമുക്ക് വെള്ളം. അത് കാരണം കുഞ്ഞുങ്ങളും കൊണ്ടൊക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. വെള്ളം നിൽക്കുമെന്നോർത്തായിരുന്നു നമ്മൾ ഇരുന്നത്. വേറെ സെൻറ്ററിലോട്ടൊന്നും പോകാമായിരുന്നു. പക്ഷെ ഒരു ദിവസം കൊണ്ട് പിറ്റേ ദിവസം വെള്ളം പരിക്കാത്തൂടെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഒരു ബുദ്ധിമുട്ട് വന്നത് നല്ലോണം ഉണ്ട്. ഈ കുട്ടികളെ ഒന്നും നിലവിൽ ഇങ്ങനെ ഈ കട്ടിൽ നിന്ന് താഴെ ഇറക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ചെറിയ കുട്ടികളാണ്. നമ്മളെ വെള്ളം കണ്ടിട്ടുണ്ടോ മുമ്പ് ഇങ്ങനെ വീട്ടിനകത്ത് വരുന്നത്? ഉണ്ടോ? എപ്പോഴാ കണ്ടത്? മുമ്പ് ആണോ? കളിക്കാനൊന്നും പോകാൻ പറ്റുന്നില്ലേ? പുറത്തേക്ക് ഇറങ്ങാറുണ്ടോ? വെള്ളത്തിൽ കളിക്കാൻ ഇറങ്ങാറുണ്ടോ? ഉണ്ടോ? വെള്ളത്തിലധികം കളിക്കണ്ട കേട്ടോ, എന്തെങ്കിലും അസുഖമൊക്കെ വരും. എന്തായാലും ഈ 2 കൊച്ചു കുട്ടികളാണ്. ആ കൊച്ചു കുട്ടികൾ ഉള്ള വീടാണ്. ഇതിനകത്ത് മുഴുവനായും വെള്ളമാണ്. ഒരു അമ്മയുണ്ട് നിലവിൽ. അമ്മ വീടിനകത്ത് തന്നെ ഇരിക്കുകയാണ്. അവർക്കും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. ചെറിയ വീട്, ആ വീടിനുള്ളിലാണ് നിലവിൽ ഇങ്ങനെ വെള്ളം കയറിയിരിക്കുന്നത്. അമ്മ വലിയ ബുദ്ധിമുട്ടാണ്. 2018 ഇത് കണ്ടിട്ടുണ്ടല്ലേ? എന്റെ വീട് തിരുവനന്തപുരത്താ. അവിടുന്ന് ഇവിടെ മഴയൊക്കെ പെയ്തപ്പോ വന്നതാ. മഴ പെയ്തപ്പോഴേ ഇങ്ങോട്ട് വന്നതാ. ഇന്നലെ വന്നായിരുന്നു. ഇന്നലെ വന്നു. ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. പെൻഷൻ പൈസ കിട്ടുമോ? പെൻഷൻ പൈസ കിട്ടും. കിട്ടുന്നില്ലേ ഇപ്പോ? ഉണ്ട്. എല്ലാ മാസവും കിട്ടും. ഇനി എന്നത്തേക്കാവും? ഈ മാസം ഇപ്പൊ വരുമല്ലോ, പുതിയ മാസമായില്ലേ? ഓണത്തിന് ഒരു മാസം. ഓണത്തിന് മുമ്പ് തരുമായിരിക്കും. വരുന്നതാണ്. അതെ അതെ. ഓണത്തിന് എന്തായാലും കിട്ടുമായിരിക്കും. സുഖായിരിക്കണം. വെള്ളത്തിലൊന്നും ഇറങ്ങരുതേ. വെള്ളത്തിൽ ഇറങ്ങില്ല. വായിലെല്ലാം തൊലി പോകണം. വിറ്റാമിൻ്റെ കുറവോ. മരുന്ന് കുടിക്കുന്നില്ലേ? മരുന്നൊന്നും ഇല്ല. മെമ്പറുടെ അടുത്ത് പറയാം, കൊണ്ടുതരാം. മെമ്പറുടെ അടുത്ത് കൊണ്ടുതരാൻ പറയാം. ഡോക്ടറൊക്കെ വന്നിരുന്നല്ലോ ഇന്നലെ ഇവിടെ. കണ്ടില്ല. അവരടുത്ത് പറയാം നമുക്ക്. വെള്ളത്തിൽ ഇറങ്ങരുത്. ഭക്ഷണമൊക്കെ കിട്ടുന്നില്ലേ? ഉണ്ട്. ചോറൊക്കെ കൊണ്ടുതരും. കുട്ടികളൊക്കെ കളിക്കാൻ വരാറുണ്ടോ അമ്മ അടുത്ത്? കുട്ടികൾ കളിക്കാൻ വരാറുണ്ടോ അമ്മ അടുത്ത്? ഇങ്ങോട്ടില്ല. വെള്ളമൊക്കെ ആയതുകൊണ്ട് ഇറങ്ങാൻ പറ്റില്ല. ഇപ്പം മനസ്സിലായി. അങ്ങനെ. അപ്പോൾ അമ്മയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് നിലവിൽ ഇരിക്കുന്നത്. വലിയ വെള്ളം ഇറങ്ങിയിരിക്കുന്നു. അമ്മയ്ക്ക് ഭക്ഷണങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടുതരുന്നുണ്ട്. ഒപ്പം തന്നെ പെൻഷൻ എപ്പോൾ കിട്ടുന്നുള്ളതാണ് അമ്മ ചോദിക്കുന്നത്. മാസങ്ങൾ കൃത്യമായി കിട്ടാറുണ്ട്. ക്ഷേമ പെൻഷനെ പറ്റിയാണ് ചോദിക്കുന്നത്. ലഭ്യമായിരിക്കും എന്തായാലും. ഈ വീട് കണ്ടാൽ അറിയാം, ചെറിയ വീടിനകത്ത് ഇത്തരത്തിൽ വെള്ളം കയറിയിരിക്കുന്നു. വലിയ ബുദ്ധിമുട്ടിലേക്ക് അവർ പോകുന്നു. അവർക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല, കുട്ടികൾക്ക് കളിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിലവിൽ ഈ കഴുപ്പിൽ ഉന്നതി ഉള്ളത്. എന്തായാലും വലിയ അസൗകര്യത്തിന്റെ നടുവിൽ ഈ വെള്ളം കൂടി ഇങ്ങനെ കയറുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് അവർ അനുഭവിക്കുന്നത്. കിരൺ സാമിനൊപ്പം വിജിൽ വായാന്തൂർ, മീഡിയ 1.